ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനമായും പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയിരിക്കേണ്ട 17C എന്ന അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ് എന്ന ഫോം തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഫോം 17Cയുടെ പാർട്ട് 1 പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗിൻ്റെ അന്ന് തയ്യാറാക്കേണ്ടതാണ്. പാർട്ട് 2 കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ കൗണ്ടിങ്ങിൻ്റെ അന്ന് തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കേണ്ട 17Cയുടെ പാർട്ട് 1 എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇലക്ഷൻ ടു ദി ഹൗസ് ഓഫ് പീപ്പിൾ എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഡാഷ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളിടത്ത് നമ്മുടെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നമ്പരും പേരും ഇവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷം നമ്പർ ആൻഡ് നെയിം ഓഫ് പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പർ എത്രയാണോ, ഉദാഹരണത്തിന് 85 കോവൂർ ലൈബ്രറി, പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പരും പേരും രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് വോട്ടിംഗ് മെഷീൻ, ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഈ വശത്ത് വലതേ സൈഡിൽ കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ, ബാലറ്റിംഗ് യൂണിറ്റിൻ്റെ നമ്പർ, വിവിപാറ്റിൻ്റെ നമ്പർ ഈ ഡിവൈസുകളുടെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ സ്റ്റിക്കർ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ മെറ്റൽ സീലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്പർ രേഖപ്പെടുത്തുക. തുടർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് 17Cയിൽ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സീരിയൽ നമ്പറിൽ ചോദിച്ചിട്ടുള്ള ടോട്ടൽ ഇലക്ടേഴ്സ് അസൈൻ ടു ദ പോളിംഗ് സ്റ്റേഷൻ എന്നുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ ബൂത്തിലെ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലെ മാർക്ക്ഡ് കോപ്പിയിലെ ഫ്രണ്ട് പേജ്, മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടർ റോളിലെ ഫ്രണ്ട് പേജിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 1123 രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ സീരിയൽ നമ്പറിൽ ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആസ് എൻറ്റേർഡ് ഇൻ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ഫോം 17A, അതായത് 17A രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടർമാരുടെ എണ്ണം. നമ്മുടെ 17A രജിസ്റ്ററിൽ പോളിംഗ് അവസാനിക്കുന്ന ആ സമയം ഏറ്റവും അവസാനം രേഖപ്പെടുത്തിയിട്ടുള്ള ആ എണ്ണം എത്രയാണോ എന്ന് 17A രജിസ്റ്ററിൽ നോക്കി 961 അത് നമ്മൾ രേഖപ്പെടുത്തുന്നു. അടുത്തതായി സീരിയൽ നമ്പർ 3ൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഡിസൈഡിങ് നോട്ട് ടു റെക്കോർഡ് വോട്ട്സ് അണ്ടർ റൂൾ 49O പ്രകാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്താതെ പോയവർ എത്ര എന്നുള്ള ചോദ്യമാണ്. അതിന് ഉദാഹരണത്തിന് 1 നമ്മുടെ ബൂത്തിൽ എത്രയാണോ അത് നമ്മൾ രേഖപ്പെടുത്തുന്നു. അടുത്ത സീരിയൽ നമ്പർ 4ൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് നോട്ട് അലൗഡ് ടു വോട്ട് അണ്ടർ റൂൾ 49M പ്രകാരം തിരഞ്ഞെടുപ്പിൻ്റെ രഹസ്യ സ്വഭാവം പാലിക്കാത്തതിൻ്റെ പേരിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തിരിച്ചയച്ചവർ എത്രയെന്നുള്ളതാണ് ചോദ്യം. ഉദാഹരണത്തിന് 2 എന്ന് കൊടുക്കുന്നു. നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ എത്ര പേരെയാണോ തിരിച്ചയച്ചത് ആ നമ്പർ രേഖപ്പെടുത്തുക. അങ്ങനെ നോക്കുമ്പോൾ സീരിയൽ നമ്പർ 3ൽ പറയുന്ന വോട്ട് രേഖപ്പെടുത്താതെ പോയിട്ടുള്ളവരുടെ എണ്ണം 1, സീരിയൽ നമ്പർ 4ൽ പറയുന്ന നോട്ട് അലൗഡ് ടു വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തിരിച്ചയച്ച ആ 2ഉം ഈ 2ഉം ഒന്നും കൂടി കൂട്ടി 3, ആ 3 17A രജിസ്റ്റർ പ്രകാരമുള്ള ആകെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തിച്ചേർന്ന 17A രജിസ്റ്ററിൽ രേഖപ്പെടുത്തപ്പെട്ട 961 നിന്നും ഈ പറഞ്ഞ 3 കുറച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഫിഗർ അതായിരിക്കണം. സീരിയൽ നമ്പർ 6ൽ ചോദിച്ചിരിക്കുന്നു ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് റെക്കോർഡഡ് ആസ് പെർ വോട്ടിംഗ് മെഷീൻ. വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം അതും
958 എന്നുള്ളത് രണ്ടും കറക്റ്റ് ആയിരിക്കണം. കൺട്രോൾ യൂണിറ്റിലും ആകെ വോട്ടർമാരുടെ എണ്ണം കാണിക്കുന്നത് 958 ആണ് എങ്കിൽ നമ്മുടെ കണക്കുകൾ ശരിയായി 17C കണക്കുകൾ രേഖപ്പെടുത്തലുകൾ ശരിയായി എന്നുള്ളതാണ്. പിന്നെ ഒരു ചോദ്യം, സീരിയൽ നമ്പർ 7 വെദർ ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ആർ ഷോൺ അഗെയിൻസ്റ്റ് എന്നുള്ള ആ ചോദ്യം, അതായത് ഈ 17A രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ 961 നിന്നും വോട്ട് ചെയ്യാതെ പോയ 1 വോട്ട് ചെയ്യിക്കാതെ പറഞ്ഞയച്ച 2 കുറച്ചു കഴിഞ്ഞപ്പോൾ ലഭിച്ച ഈ 958 എന്നുള്ള ആകെ വോട്ടർമാരുടെ വോട്ട് ചെയ്ത വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും അന്തരം ഡിസ്ക്രിപ്പൻസി ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ 17Cയിൽ ചോദിക്കുന്നത്. അതിന് നോ എന്നുള്ള ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം സീരിയൽ നമ്പർ 8 നമ്പർ ഓഫ് വോട്ടേഴ്സ് ടു ഹൂം ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ എത്ര പേർക്ക് ഇഷ്യൂ ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ സീരിയൽ നമ്പർ 9 നമ്പർ ഓഫ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് റിസീവ്ഡ്, അതിൻ്റെ എണ്ണം, അതിൻ്റെ സീരിയൽ നമ്പറുകൾ, എത്ര ടെൻഡേർഡ് ബാലറ്റ് ഇഷ്യൂ ചെയ്ത് ടോട്ടൽ, അതിൻ്റെ സീരിയൽ നമ്പർ ഫ്രം ടു, ഇനി നോട്ട് ഇഷ്യൂഡ് ആൻഡ് റിട്ടേൺ ചെയ്യുന്ന ടെൻഡേർഡ് ബാലറ്റിൻ്റെ ടോട്ടൽ എണ്ണം, അതിൻ്റെ സീരിയൽ നമ്പർ ഫ്രം ടു. സീരിയൽ നമ്പർ 10 അക്കൗണ്ട് ഓഫ് പേപ്പർ സീൽ, പേപ്പർ സീലിൻ്റെ അക്കൗണ്ടാണ്. ഒന്നാമത് പേപ്പർ സീൽ സപ്ലൈഡ് ഫോർ യൂസ് എത്രയാണ് എന്ന ചോദ്യം, ടോട്ടൽ നമ്പർ ഓഫ് പേപ്പർ സീൽ, അതിൻ്റെ സീരിയൽ നമ്പർ ഫ്രം ടു. പേപ്പർ സീൽ യൂസ്ഡ് ടോട്ടൽ എത്ര എണ്ണമാണ്, ആ ഉപയോഗിച്ച സീരിയൽ നമ്പർ ഏതൊക്കെയാണ്, ഫ്രം ടു. ഇനി അൺയൂസ്ഡ് പേപ്പർ സീൽ, ഉപയോഗിക്കാത്ത തിരിച്ചു കൊടുത്ത, റിട്ടേൺ ടു ദ റിട്ടേണിംഗ് ഓഫീസർ, തിരിച്ചു കൊടുത്ത പേപ്പർ സീലിൻ്റെ ടോട്ടൽ എണ്ണം, അതിൻ്റെ സീരിയൽ നമ്പറുകൾ. ഇനി 4 ഡാമേജ്ഡ് പേപ്പർ സീൽ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ അത് ടോട്ടൽ എത്ര ഡാമേജ്, അതിൻ്റെ സീരിയൽ നമ്പർ. അതോടൊപ്പം തന്നെ അക്കൗണ്ട് ഓഫ് പേപ്പർ സീൽ എന്നുള്ളതിൻ്റെ നേരെ വലതുവശത്ത് സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. 1 മുതൽ 6 സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ ഒപ്പുകൾ, ഏറ്റവും താഴെ സിഗ്നേച്ചർ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസറും. ഇത്തരത്തിൽ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലെ 17C ഏറ്റവും പ്രധാനപ്പെട്ട ഫോം സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് നൽകേണ്ടത്. EVM തിരികെ നൽകുമ്പോൾ 2 എണ്ണം EVM മെഷീനോടൊപ്പം തിരികെ നൽകേണ്ടത്, 1 പ്രിസൈഡിംഗ് ഓഫീസറുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടത്. അത്രയും എണ്ണം തയ്യാറാക്കേണ്ട 17C കുറിച്ചുള്ള ഏകദേശ രൂപമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്.